ഇസ്രായേൽ സൈന്യം 15 മാസക്കാലമാണ് ഗസയിൽ നരനായാട്ട് നടത്തിയത്. അതിനായി സർവ്വ സംവിധാനങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും പ്രയോഗിച്ചു. എന്നാൽ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായ ഹമാസിനെ തകർക്കാനോ ബന്ദികളെ രക്ഷിക്കാനോ അവർക്ക് സാധിച്ചിരുന്നില്ല. അത്രയും കാലം ഗസയിൽ ഇസ്രായേൽ ഇരുട്ടിൽ തപ്പുകയായിരുന്നുവെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമായതാണ്. അതിനെ അടിവരയിടുന്നതാണ് അടുത്തിടെ പുറത്തുവന്ന പഠനവും. ലോകത്തെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ വിഭാഗമായി ഘോഷിക്കപ്പെടുന്ന മൊസാദ് ഉൾപ്പെടെ കയ്യിലുണ്ടായിരുന്നിട്ടും ഗസയിൽ ഒന്നും വിലപ്പോയില്ല എന്നാണ് +972 മാക്, ലോക്കൽ കാൾ എന്നീ വാർത്താ ഏജൻസികളുടെ പഠനം വ്യക്തമാക്കുന്നത്. ഗസ മുനമ്പിൽ നിന്ന് യാതൊരു ഇന്റലിജൻസ് വിവരങ്ങളും ശേഖരിക്കാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നില്ലെന്നാണ് റിപ്പോർട്ട് കണ്ടെത്തുന്നത്. ഗസയ്ക്കുള്ളിൽ വെച്ച് ഹമാസ് നേതാക്കളിൽ പലരെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയെങ്കിലും അതൊന്നും കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ലെന്നും ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഹമാസ് നേതാക്കൾ എവിടെയെന്ന് കണ്ടെത്താൻ സാധിക്കാത്തതിനാലാണ് ഇസ്രായേൽ സർവ്വവും നശിപ്പിക്കുക എന്ന പദ്ധതിയിലേക്ക് തിരിഞ്ഞതെന്നും അന്വേഷണ റിപ്പോർട്ട് പറയുന്നു. ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിടുമ്പോൾ കൊളാറ്ററൽ ഡാമേജ് എന്ന നിലയിൽ സാധാരണക്കാരായ ഫലസ്തീനികളെയും കൊന്നൊടുക്കുകയായിരുന്നു പതിവ്. ഇക്കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ അമേരിക്കയുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ഇസ്രായേൽ സൈന്യം ഹമാസിന്റെ പക്കലുള്ള ബന്ദികളുടെ ജീവന് വില കൽപ്പിച്ചിരുന്നില്ല എന്നതാണ്. US നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പലപ്പോഴും ബന്ദികൾക്ക് പരിക്കേറ്റിരുന്നുവെന്നും റിപ്പോർട്ട് കണ്ടെത്തുന്നു. ഇസ്രായേലി സൈനിക ഇന്റലിജൻസ്, ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷൈൻ ബെത്ത് എന്നീ സേനകളിലെ 15 ഉദ്യോഗസ്ഥരുമായി അഭിമുഖം നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ബന്ദികൾ കാണുമെന്ന് സംശയമുണ്ടെങ്കിലും ഹമാസ് നേതാക്കളെ ഇല്ലാതാക്കാൻ കാർബൺ മോണോക്സൈഡ് ബഹിർഗമിക്കുന്ന ബോംബുകൾ ഇസ്രായേൽ തുരങ്കങ്ങളിൽ ഉപയോഗിച്ചിരുന്നുവെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ തുറന്നു പറയുന്നു. ഇത്തരം റിപ്പോർട്ടുകളെ നേരത്തെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ അതെല്ലാം സത്യമായിരുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ട് തെളിയിക്കുന്നത്. അടഞ്ഞ സ്ഥലങ്ങളിൽ വാതകങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഫിസിയോ കെമിക്കൽ റിസർച്ച് നടത്തിയ ശേഷം വിഷവാതകം ഉപയോഗിക്കുകയായിരുന്നു എന്നിങ്ങനെ നിരവധി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണം പുറത്തു കണ്ടുവന്നിരിക്കുന്നത്. വടക്കൻ ഗസയുടെ ഹമാസ് ബ്രിഗേഡ് കമാൻഡർ അഹമ്മദ് ഗാൻഡോറിനെ വധിച്ചത് ഇത്തരമൊരു നീക്കത്തിലൂടെയായിരുന്നു. ആ ഓപ്പറേഷനിൽ 3 ഇസ്രായേലി ബന്ദികളാണ് കൊല്ലപ്പെട്ടത്. ഇതിനെക്കുറിച്ച് വിവരമുണ്ടായിരുന്നുവെങ്കിലും ബന്ദികളുടെ കുടുംബത്തോട് അബദ്ധവശാൽ സംഭവിച്ചുവെന്ന വിശദീകരണമായിരുന്നു ഇസ്രായേലി സൈന്യം കൊടുത്തിരുന്നത്. ഒരിക്കൽ മാത്രമല്ല, ഇതേ പ്രവർത്തന രീതി 15 മാസത്തിനിടയിൽ പലപ്പോഴായി ഇസ്രായേൽ ഉപയോഗിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പലതവണ ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിരുന്നുവെങ്കിലും അവരത് നിഷേധിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ ഇസ്രായേൽ സേനയ്ക്കെതിരെ UN മനുഷ്യാവകാശ സംഘടന ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. ആശുപത്രികളും സ്കൂളുകളും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളുമെല്ലാം ഇസ്രായേൽ ആക്രമിക്കുകയും 10,000 മനുഷ്യരെ കൊല്ലുകയും ചെയ്തിരുന്നു. ഹമാസിനെയാണ് ആക്രമിക്കുന്നതെന്ന ന്യായീകരണമായിരുന്നു ഇതിന് നൽകിയിരുന്നത്. ശരിക്കും ഇസ്രായേൽ കാടടച്ച് വെടിവെക്കുന്നത് പോലെ ഗസയിലെ അവരുടെ തോൽവി മറച്ചുപിടിക്കാൻ ഫലസ്തീനികളെ കുരുതി കൊടുക്കുകയായിരുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ട് തെളിയിക്കുന്നത്. ഇസ്രായേൽ അവരുടെ പരാജയം മറച്ചുപിടിക്കാൻ പക്ഷേ ഗസയിൽ നടത്തിയത് മനസ്സ് മരവിപ്പിക്കുന്ന ക്രൂരതയാണെന്ന് ലോകം ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നുണ്ട്. അവിടേക്കാണ് ട്രംപിനെ പോലുള്ളവരുടെ കൂട്ടുപിടിച്ച് കടന്നുകയറാൻ അവർ ശ്രമം നടത്തുന്നതും. അതിലൂടെയെങ്കിലും ഗസൻ ജനതയ്ക്ക് മുന്നിലേറ്റ തോൽവിക്ക് പകരം ചോദിക്കാമെന്നാകും നെതന്യാഹുവും സംഘവും കരുതുന്നത്.